Now we will next problem. അടുത്ത problem എടുത്തോളൂ. So again, listen here. Top view of a 75 mm long line measures 55. So you have to make it clear. Top view of 75 mm long line എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 75 this is the true length. ഇതാണത്. Top view of 75 mm long line. True length is 75. Measures 50. അതായത് ടോപ്പ് വ്യൂ 50 ആണ്. അപ്പൊ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട്. And C in HP 50 in front of EP and D in front of EP and is above HP. അപ്പൊ നമ്മള് പ്രോബ്ലം ചെയ്യണ സംഭവം ഇടാം. ഈ ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, 5 ഡാറ്റയാണ് നമുക്ക് ഗ്രാഫിക്സിൽ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ടത്. 5 ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. 4 ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഗ്രാഫിക്സിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. മിനിമം ഡാറ്റ നീഡഡ് ഫോർ ഡൂയിങ് എ പ്രോബ്ലം ഇൻ ഗ്രാഫിക്സ് ഈസ് 5. ഓക്കെ, അടുത്തെടുത്തോളാം. കഴിഞ്ഞു തോന്നല്ലേ? സ്ട്രേറ്റ് ലൈനിന്റെ കഴിഞ്ഞു തോന്നല്ലേ? ഇത് കഴിഞ്ഞു സാർ. ഇനി അടുത്തത് ഫസ്റ്റ് പ്രോബ്ലം ഒന്നും കൂടി എടുത്തോളൂ. സോ അഗെയിൻ ലിസൺ ഹിയർ. നമ്മള് ബേസിക് ആയിട്ട് കാര്യം ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്ടേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്ടേഴ്സ് തന്ന പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അത് വെച്ച് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും ഡയറക്റ്റ് കിട്ടും. അതായത് ഈ 2 ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. ഇത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇന്ന മെത്തേഡ് പഠിപ്പിക്കണം എന്ന് സിലബസിലില്ല. ഞാൻ നിങ്ങൾക്ക് 2 മെത്തേഡും പഠിപ്പിച്ചു എന്നുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പേപ്പർ വാല്യൂ ചെയ്തപ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ, ഒന്ന് ലെറ്ററിങ് ചിലർ ഇത് ചെയ്തിട്ടേ ഇല്ല. യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. അതായത് ഇവിടെ ഒന്നും ഒരു സംഭവം ഇല്ല. ബി ഡാഷെന്നോ B1 ഡാഷെന്നോ ഒന്നുമില്ല. ഞാനിത് ഇതിൽ പറയാത്തത് നമ്മൾ വേറൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ബി ഡാഷും ഇവിടെ B1 ഡാഷും അതൊക്കെ കറക്റ്റ് ആണ്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് എഴുതണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി എഴുതുന്ന ആൾക്കാർ തന്നെ വളരെ റഫായിട്ടാണ് എഴുതണേ. അത് പറ്റില്ല. ഡയമെൻഷനിങ്ങും ലെറ്ററിങ്ങും ഗ്രാഫിക്സിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് തെറ്റിക്കരുത്. അപ്പോൾ പിന്നെ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് കറക്റ്റ് ആയിട്ട്, അതായത് വരയ്ക്കുന്നതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ ഫ്രണ്ട് വ്യൂ തരുമ്പോൾ നിങ്ങൾ അത് ട്രൂ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ്, എ ലൈൻ ഓഫ് 70 mm ഈസ് ഇൻക്ലൈൻഡ് 30 degree to HP എന്ന് പറഞ്ഞാൽ 75 എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തും ഇൻക്ലൈൻഡ് ടു HP എന്ന് പറയുന്നത് തീറ്റ ആംഗിളുമാണ്. അപ്പോൾ എ ലൈൻ 70 mm ഈസ് ഇൻക്ലൈൻഡ് 30 degree to HP ആൻഡ് 40 degree to VP എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് 70യും തീറ്റ 30യും 540യും. ഇനി എ ലൈൻ 70 mm ലോങ് ഈസ് ഇൻക്ലൈൻഡ് 30 degree to HP, ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് 40 degree to HP എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൽഫ. ഇറ്റ്സ് ടോപ്പ് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് 50 degree to VP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബീറ്റ. അപ്പൊ ഈ ഒരു വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈനിന്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലാണ് നമുക്ക് എന്താ പറയുക, സോളിഡ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് നമുക്ക് ഈ ഡാർക്ക് ലൈനും ലൈറ്റ് ലൈനും ഡയമെൻഷനിങ് ഒക്കെ ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ 6 ഡയഗ്രം ഉണ്ട്, 6 സെറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ആകെ 4 ഡയഗ്രം ഉള്ളൂ. ഇത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും. അപ്പൊ അതിൽ നിങ്ങൾ ആൻസറിലേക്ക് പലരും എത്തുന്നുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഡയമെൻഷനിങ്ങും അതേപോലെ ഈ ആരോ ഒക്കെ നോക്കാട്ടോ. കണ്ടോ, ഈ ആരോ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ചിലർ വളരെ കലാപരമായിട്ടൊക്കെ ആരോ വരച്ചിട്ടുണ്ട്. ഒന്നും ശരിയായില്ല. എനിക്ക് അതിലേക്ക് മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നത്തെ 2 അവർ പോയി, നാളത്തെ 3 അവർ പോയി, ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ അതും പോയി. അപ്പൊ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കേണ്ട അത്രയും ടൈമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ യു ഷുഡ് ഡു ഡയമെൻഷനിങ്, ലെറ്ററിങ്, ആ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് റെഡിയാക്കണം.